സിനിമയില് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഞാൻ ശ്രദ്ധിക്കാം. പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേട്ടനോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ്. പുകവലി, മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. ആ സിനിമയിൽ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു തരം അവാർഡ് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത്. ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് MDMA, കഞ്ചാവൊക്കെ ആയിട്ട് പോലീസ് പിടിയിലായി. അപ്പൊ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ സമൂഹത്തെ സിനിമയെ കണ്ടാൽ പോലെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാന്നുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത, കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം പറ. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല പ്രൊഫഷനുള്ളവരുണ്ട്. മീഡിയ അറ്റൻഷൻ എന്നാ എനിക്ക് ഇതിനെ തോന്നുന്നുള്ളൂ. അല്ല, ഒരാളാണെങ്കിലും തെറ്റല്ലേ? അതെ, ഉറപ്പായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നും ഇല്ല. അതിപ്പോ ആരായാലും തെറ്റല്ലേ, ഉറപ്പായിട്ടും. അല്ല, ഞാൻ പറയുന്നത് 4000-ലധികം പേര്, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാൻ വാർത്ത കണ്ടേ. 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എറണാകുളത്തോ എന്തോ ബോംബ് ചെയ്തിട്ട്. അല്ലല്ല, 4000-ലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത്. 4000-ലധികം. 400 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ്. കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റൈഡിന്റെ കേസാണ്. അപ്പം ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? 4800 പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് സിനിമയില് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ. അതാണ് എന്റെ അഭിപ്രായം. സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ അതിന്റെ അർത്ഥം? അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല, എല്ലായിടത്തും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല, അനുവദനീയമല്ലാത്ത ഒരു സാധനവും നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാരണവശാലും ഇത് പറ്റില്ല. അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ആ സ്റ്റാറ്റ്യൂട്ട് പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കണ്ടിട്ടില്ല പടം. പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, ഒരു കാരണവശാലും ഇല്ല. അതിപ്പോ പുകവലി, നമുക്ക് ഇപ്പം സിഗരറ്റ്, മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. അല്ല, ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, നീ കണക്കൊന്ന് ആലോചിച്ച് നോക്ക്. നീ കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിപ്പോ നീ ഒന്ന് ആലോചിച്ച്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ ജീവിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത്? എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അത് എന്ന് പൊട്ടുമെന്നറിയാതെ ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഉണ്ട്, പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം. കാരണം അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനി പൈങ്കിളി സിനിമ കാണുമ്പോ ആ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എഴുതിക്കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. ഡയറക്ഷൻ ഈ പറഞ്ഞതുപോലെ സിനിമയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കഴിവിനനുസരിച്ച് സിനിമകൾ ചെയ്യണം എന്ന് ഇനി ആഗ്രഹമുണ്ട്. അതിനകത്ത് ഡയറക്ഷനും എഴുത്തും അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് നന്നായിട്ട്. ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സമയം വരുമ്പം, ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. താങ്ക് യു സോ മച്ച്.